ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ സെക്കൻഡ് ലെക്ചറാണിത്. വൾണറബിലിറ്റി എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വൾണറബിലിറ്റി എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡെഫിനേഷൻ ഒന്ന് നോക്കി പോവാം. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു റെസിസ്റ്റ് ഹസാർഡ് ഓർ ടു റെസ്പോണ്ട് വെൻ എ ഡിസാസ്റ്റർ ഹാസ് ഒക്കേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഹസാർഡ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു ഇന്നബിലിറ്റിനെയാണ് ഈ വൾണറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ലോസസ്. ഇപ്പോൾ ഒരു ഹസാർഡ് ഉണ്ടാകുമ്പോൾ ലോസസ് ഉണ്ടാവും. ആ ലോസസിൻ്റെ ഡിഗ്രീനെയാണ് എന്ത് ഈ വൾണറബിലിറ്റി എന്ന് കൂടി പറയുന്നതെന്ന് പറയാം. ഈ വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എക്സ്പോസറും റെസിസ്റ്റൻസും റെസിലിയൻസും കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമുക്ക് വൾണറബിലിറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എക്സ്പോസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോപ്പർട്ടി ആൻഡ് പോപ്പുലേഷൻ അറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ ആ പ്ലേസിൽ ഒരു ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ആ ലൊക്കേഷനിലുള്ള ഒരു ഹസാർഡസ് ഹസാർഡസ് നടക്കാനുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ എന്താണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഹസാർഡസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഏരിയ അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് ഒക്കർ ചെയ്യാനുള്ള ഒരു ലൊക്കേഷനെയാണ് നമ്മൾ എക്സ്പോഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സ്പോസറും ദെൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ടേക്കൺ ടു പ്രിവെൻറ്റ് ഓർ അവോയ്ഡ് ഓർ റെഡ്യൂസ് ലോസ്. ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസാസ്റ്ററിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ അതിനെ ആ ഡിസാസ്റ്ററിനെ അവോയ്ഡ് ചെയ്യാനോ അതിൻ്റെ ലോസസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടേമാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയാം. ദെൻ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റിക്കവർ പ്രയർ സ്റ്റേറ്റ് ഓർ അച്ചീവ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേറ്റ്. അതൊരു പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേറ്റിലാണ് വരുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു സ്ഥലത്ത് ഒരു ഹസാർഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പ്രോപ്പർട്ടിക്കോ അവിടെയുള്ള കമ്മ്യൂണിറ്റിക്കോ വല്ല എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡിസാസ്റ്റർ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷവും അതിന് റിക്കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ കാര്യമായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് വൾണറബിലിറ്റിയുടെ ടൈപ്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി. ടൈപ്സ് ഓഫ് വൾണറബിലിറ്റിയിൽ 4 എണ്ണമാണുള്ളത്. ഫിസിക്കൽ വൾണറബിലിറ്റി, സോഷ്യൽ വൾണറബിലിറ്റി, എക്കണോമിക് വൾണറബിലിറ്റി, എക്കോളജിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ വൾണറബിലിറ്റി നോക്കാം. ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു പൊട്ടൻഷ്യൽ ലോസസ് ടു ദ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റോഡ്സ്, ബ്രിഡ്ജസ്, റെയിൽവേസ്, റേഡിയോ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ മാസ്റ്റ് ആൻഡ് അതർ ഫീച്ചേഴ്സ് ഇൻ ദ built environment. It also includes impacts on human population in terms of injuries or death. In short, the vulnerability which occurs physically to property and lives is known as physical vulnerability. Okay, ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പൊട്ടൻഷ്യൽ ലോസസ് ടു ദ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഓക്കെ, ഒരു ഹസാർഡോ ഒരു ഇവൻറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. അത് നമുക്കൊരു പൊട്ടൻഷ്യൽ ലോസസ് ഉണ്ടാവുകയാണ് ഡ്യൂ ടു വാട്ട് ലോസസ് ഉണ്ടാവുകയാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മൂലം. ഓക്കെ, ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ വന്ന ഒരു പാളിച്ചകളോ ഇല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള സച്ച് ആസ് റോഡ്സ്, ബ്രിഡ്ജ്, റെയിൽവേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, റേഡിയോ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ മാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീച്ചേഴ്സ് ഇൻ ദ ബിൽറ്റ് എൻവയോൺമെൻറ്റ്. ആ ബിൽറ്റ് എൻവയോൺമെൻറ്റിൽ ഉണ്ടായ ഡാമേജ് കൊണ്ട് ഉണ്ടാവുന്ന ലോസസിനെയാണ് ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു റോഡുണ്ട്, ആ റോഡ് ഇങ്ങോട്ട് പൊട്ടിപ്പോയി എന്നിരിക്കട്ടെ. അപ്പോൾ അത് റോഡ് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അത് പൊട്ടിപ്പോയിട്ട്. നമ്മൾ കണ്ടിട്ട് അങ്ങനെയുള്ള ഒരുപാട് ന്യൂസും കാര്യങ്ങളും കിട്ടും. ഒരു ബ്രിഡ്ജ് പണിതിട്ടുണ്ടാവും, ആ ബ്രിഡ്ജ് പൊട്ടിപ്പോവുകയാണ്, ഡാമേജ് ആവുകയാണ്. അത് അതർ ഹസാർഡ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല, വല്ല ഫ്ലഡോ അല്ലെങ്കിൽ അങ്ങനെ ഹെവി മഴയോ അങ്ങനെയൊന്നും ഇല്ലാതെ, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ് ഇതൊന്നും ഇല്ലാതെ തന്നെ ബ്രിഡ്ജും റോഡും അല്ലെങ്കിൽ നമ്മളെ ബിൽഡിംഗ് എല്ലാം ഡാമേജ് ആയി പോവുകയാണ്. അങ്ങനെ ഒരു ഹസാർഡിൻ്റെ മൂലം ഇല്ലാതെ ആ ബിൽഡിങ് ആ ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്ന ഡിഫക്റ്റ് കൊണ്ട്
ഡാമേജ് ആയിട്ട് അവിടെ ഉണ്ടാവുന്ന ലോസസിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്നത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഇമ്പാക്ട്സ് വരുന്നവരാണ് ഹ്യൂമൻ പോപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ ഇൻ ടേംസ് ഓഫ് ഇഞ്ചുറീസ് ഓർ ഡെത്ത് വരെ ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ റോഡ് പൊളിഞ്ഞു പോവാണ്, അതുകൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവിടെ അതിനെ അഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവുക, ചിലപ്പോൾ അത് സിവിയർ ആണെങ്കിൽ ഡെത്ത് സംഭവിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രിഡ്ജ് പൊട്ടിപ്പോവുകയാണെങ്കിലും ഇതേ പറഞ്ഞ കണക്ക് ഉണ്ടാവാം. ഇപ്പോൾ കെട്ടിയ ബിൽഡിങ് തന്നെ അതങ്ങോട്ട് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാത്തത് കൊണ്ട് അത് പൊട്ടിപ്പോവുകയാണെങ്കിലും ആ ബിൽഡിങ്ങിനകത്ത് ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഇഞ്ചുറീസോ ഡെത്തും കാര്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്നത് ഷോർട്ടായിട്ട് ഈ വൾണറബിലിറ്റി, ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ വിച്ച് ഒക്കേഴ്സ് ഫിസിക്കലി ടു പ്രോപ്പർട്ടി ആൻഡ് ലൈഫ്സ് ഈസ് നോൺ ആസ് ഫിസിക്കൽ വൾണറബിലിറ്റി. ഓക്കെ, ഒരു പ്രോപ്പർട്ടിക്ക് ഫിസിക്കലായിട്ട് ഒക്കർ ചെയ്യണം, അതിനെയാണ് ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് സോഷ്യൽ വൾണറബിലിറ്റി. ഓക്കെ, സോഷ്യൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ വൾണറബിലിറ്റി റെഫേഴ്സ് ടു ദ ലോസസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ദെയർ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്. ഓക്കെ, it refers to the extent to which elements of the society such as children, aged, pregnant, lactating women, single parents, family systems, social systems, caste, gender, culture, values, etc. will degrade after being exposed to hazardous condition. Okay, social vulnerability എന്ന് പറയുന്നതിൽ വരുന്ന ലോസസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പീപ്പിൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ബൈ പീപ്പിളാണ്. ആൻഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് കാരണം വരുന്ന ഒരു ഡാമേജ് ആണ് അല്ലെങ്കിൽ ഒരു ഹസാർഡാണ് എന്ത് ഈ സോഷ്യൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എഫക്റ്റ് ചെയ്യുന്നത് പറയുന്നത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ചിൽഡ്രൻ ആണ്, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൺ ആണ്, സിംഗിൾ പേരൻസ്, ഫാമിലി സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം, ആ ഒരു കൾച്ചർ വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എഫക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ എൻഡോസൾഫാൻ ദുരന്തം അറിയണതാണ് അല്ലേ. അപ്പോൾ ആ എൻഡോസൾഫാൻ യൂസ് ചെയ്ത പ്രദേശത്തുള്ള കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ള ആർക്കാണ്? ഇപ്പോൾ ഈ ക്യാരിയിങ് വുമൻസിനാണ് അല്ലെ, പ്രഗ്നൻ്റ് ലേഡീസിനാണ്. അപ്പോൾ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഹസാർഡ്സ് ഒക്കെയാണ് ഈ സോഷ്യൽ വൾണറബിലിറ്റിയിൽ വരുന്നത്. അതുപോലെ തന്നെ ആറ്റോമിക് ബോംബ്, ഇപ്പോൾ ഹിരോഷിമ നാഗസാക്കിയിലെ ആറ്റോമിക് ബോംബ് ഇട്ട് അവിടെയുള്ള ആ ലൊക്കേഷനിലുള്ള ആൾക്കാർക്ക് തന്നെ അതിൻ്റെ എഫക്റ്റ് കണ്ടിന്യൂസ് അതിൻ്റെ ഒരു എഫക്റ്റ് ഹ്യൂജ് ആയിരുന്നു. അപ്പോൾ അത് അവിടെയുള്ള ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ആയിക്കോട്ടെ, ചിൽഡ്രൻസ് ആയിക്കോട്ടെ, ദെൻ അത് കഴിഞ്ഞിട്ടും ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് കഴിഞ്ഞിട്ടും അതങ്ങനെ ആ ഹസാർഡ് ഡീഗ്രേഡ് ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ട്, ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ആ ഒരു സൊസൈറ്റിയിൽ. അതിനെയാണ് ഈ സോഷ്യൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പാണ് എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഓഫ് ഹസാർഡ്സ് ഓൺ എക്കോണമിക് അസറ്റ്സ് ആൻഡ് പ്രോസസ് ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് വൾണറബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് എക്കണോമിക് സെക്ഷൻസ്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്കണോമിക് പരമായിട്ടുള്ള നമുക്ക് ലോസസ്, ഓക്കെ, അതിനെയാണ് എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇപ്പോഴത്തെ കേസ്, ഇപ്പോൾ കറൻറ്റ് സിനാറിയോ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എഞ്ചിനീയേഴ്സ് ആണല്ലോ, എഞ്ചിനീയേഴ്സിൽ തന്നെ ഇപ്പോൾ ഹൈ ഡിമാൻഡുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ IT സെക്ടറിലാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സെക്ടേഴ്സ് സാധാരണയായിട്ട് ഡൗൺ ആയി. അപ്പോൾ അതാണ് ഈ IT സെക്ടർ, ബാക്കിയുള്ള സെക്ടേഴ്സിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു എക്കണോമിക് വൾണറബിലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പാൻഡമിക് സിറ്റുവേഷനിൽ ഇപ്പോൾ കോവിഡ് ലോക്ക്ഡൗൺ ആ സമയങ്ങളിൽ എക്കണോമിക് വൾണറബിലിറ്റി ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം അക്രോസ് ഇന്ത്യ അല്ലെങ്കിൽ അക്രോസ് വേൾഡിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. കുറേ ആൾക്കാർക്ക് ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നാൽ തന്നെ അവിടെ എക്കണോമിക് ക്രൈസിസ് വരും. ദെൻ അതൊരു എക്കണോമിക് വൾണറബിലിറ്റി. അതെങ്ങനെയാണ് ക്രൈസിസ് വരികയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ തന്നെ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇൻകം പോവും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു എക്കണോമിക് ഹസാർഡാണ് ഉണ്ടാവണമെന്ന് പറയാം. അപ്പോൾ അതൊരു എക്കണോമിക് വൾണറബിലിറ്റിക്ക് എക്സാമ്പിളാണ്. ദെൻ അത് കൂടാതെ
നമുക്ക് പറയണത് തന്നെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഇപ്പോൾ ജോലിക്കാരുടെ കേസാണ് പറഞ്ഞത്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കടകളാണ്, ടെക്സ്റ്റൈൽസ് ആണ്, വാട്ടെവർ എന്ത് ബിസിനസ് ആണെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. തുറക്കാൻ പാടില്ല, അടച്ചിട്ടിട്ടാണ് ചെയ്യണത്, അടച്ചിടുക, ഫുള്ളി ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുക ആ ബിസിനസ്സിൽ ലോസസ് വരുന്നു. അപ്പോഴെന്താണ് എക്കണോമിക് പരമായിട്ടുള്ള ക്രൈസിസ് ഉണ്ടാവും. ആ അപ്പോൾ അതൊരു ഹസാർഡിലേക്ക് നീങ്ങും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ടൈപ്സ് ഓഫ് വൾണറബിലിറ്റിയിൽ നാലാമത്തതാണ് എക്കോളജിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. എക്കോളജിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് ലോസ് ദാറ്റ് ആൻ എക്കോസിസ്റ്റം വിൽ സസ്റ്റെയിൻ to its structure, function and composition as a result of exposure to a hazardous condition. ഓക്കെ, ഈ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ലോസ് ആണ് ഈ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റിയിൽ നമുക്കിതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മളെ ഡീഫോസ്റ്റേഷൻ ചെയ്യുമ്പോൾ, അതായത് ഫോറസ്റ്റിനെ ഇല്ലാതാക്കുകയാണല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലിവിങ് ബീയിങ്സിന്, അതായത് അനിമൽസ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, വാട്ടെവർ, അതിൻ്റെ ലൈഫ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതിന് പിന്നെ ജീവിക്കാനുള്ള സ്പേസ് ഇല്ല. ദെൻ നമ്മളെയാണെങ്കിൽ അതെങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്ന്, അത് ചൂട് കൂടാനുള്ള ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. ദെൻ അതുപോലെ തന്നെ കുളം, പോണ്ട് നികത്തുകയാണ്. കുളം നികത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഏരിയ ഉണ്ട്, ഒരു ഏരിയയിൽ കുളമുണ്ട്, ആ കുളം നികത്തിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഏരിയയിൽ പിന്നെ വാട്ടർ സ്കേസിറ്റി വരാം. അപ്പോൾ അതൊരു ഹസാർഡസ് കണ്ടീഷനിലേക്ക് പോവാം. ഓക്കെ, ഒരു കുളം ഉണ്ടാകുമ്പോഴാണ് അതിൽ വെള്ളം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള നീരിൽ നിന്നായിരിക്കും അതിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ആ ഗ്രാമം അല്ലെങ്കിൽ ആ ലൊക്കേഷനിലുള്ള വീടുകളിലുള്ള കിണറിലേക്ക് വെള്ളം കിട്ടുക. അപ്പോൾ ആ കുളം നികത്തിക്കഴിഞ്ഞാൽ ദെൻ വാട്ടറിനെ വന്ന് സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ ഈ വെള്ളത്തിൻ്റെ നീര് ഓഫ്കോഴ്സ് അത് കുറയും. അപ്പോൾ പ്രോബബിളി എന്താണ് വാട്ടറിൻ്റെ സ്കേസിറ്റി വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ക്വാണ്ടിഫയിങ് വൾണറബിലിറ്റി ആണ്. ക്വാണ്ടിഫയിങ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ യൂസ് ടു എസ്റ്റിമേറ്റ് ഹൗ മച്ച് മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ് മെഷേഴ്സ് വിൽ ബി അപ്ലൈഡ്. ഇത് എസ്റ്റിമേറ്റ് ചെയ്യാണ് എത്രയാണ് മിറ്റിഗേഷനും ലഘൂകരിക്കുക, ആൻഡ് പ്രിപ്പയർനെസ്, അതിന് പ്രിപ്പറേഷൻ മെഷേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ഡാറ്റ അബൌട്ട് പ്രീവിയസ് ഹസാർഡ് ഇവൻറ്റ്സ് ആൻഡ് ദെയർ സിവിയറിറ്റി. മുൻപ് നടന്നിട്ടുള്ള ഹസാർഡ് ഇവൻറ്റ്സും ആ ഹസാർഡിൻ്റെ സിവിയറിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്പ്രസ്ഡ് ആസ് 0 and 1. 0, 1ലാണിത് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അതിൽ 0 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 0 ആണെങ്കിൽ ലോവസ്റ്റ് ഡിഗ്രി ഓഫ് വൾണറബിലിറ്റി ആണ്, 1 ആണെങ്കിൽ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് വൾണറബിലിറ്റി ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാണ്ടിഫയിങ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വൾണറബിലിറ്റി അസസ്മെൻ്റ് ആണ്. ഓക്കെ, വൾണറബിലിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് അസസിങ് ഡിഗ്രി ഓഫ് ലോസ്. ഇപ്പോൾ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഡിഗ്രി ഓഫ് ഡാമേജ് ആണ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ലോസ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വൾണറബിലിറ്റിനെ നമ്മൾ അസസ് ചെയ്യുകയാണ്, അസസ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് നടത്തുന്നത് പറഞ്ഞാൽ എത്ര ഡിഗ്രി ഓഫ് ലോസസ് ആണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിന് ഒരു അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഈ വൾണറബിലിറ്റി അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വേരിയേഷൻ എക്സിസ്റ്റ് ഇൻ മെത്തേഡ് ഓഫ് അസസിങ് വൾണറബിലിറ്റി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഈ താഴെ പറയുന്ന 3 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ വൾണറബിലിറ്റി അസസ്മെൻറ്റ് നമ്മൾ അതിൻ്റെ മെത്തേഡ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി ബീയിങ് മെഷേർഡ്. അതായത് ഏത് ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി ബീയിങ് മെഷേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫിസിക്കൽ വൾണറബിലിറ്റി ആണോ, അല്ലെങ്കിൽ സോഷ്യോ എക്കോണമിക് ആണോ, എൻവയോൺമെൻ്റൽ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് സ്കെയിൽ അറ്റ് വിച്ച് ദ വൾണറബിലിറ്റി ഈസ് മെഷേർഡ്. സ്കെയിൽ അറ്റ് വിച്ച് ദ വൾണറബിലിറ്റി ഈസ് മെഷേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ഒരു ഹസാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഹസാർഡിൻ്റെ ഇൻറ്റൻസിറ്റി,
എങ്ങനെയാണ് എന്നാണ്. ഹസാർഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രമാണ്, ഏത് കാറ്റഗറിയിലാണ് ഹസാർഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലുള്ളത് എന്ന് നോക്കണം. അതായത് ഇൻഡിവിജ്വലിലാണോ, ഹൗസ് ഹോൾഡാണോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലാണോ എന്ന് ഉള്ള അതിൻ്റെ സ്കെയിൽ എത്രയാണ്, ഇൻഡിവിജ്വലിലാണോ, ഹൗസ് ഹോൾഡിലാണോ, കമ്മ്യൂണിറ്റിയിലാണോ അതിൻ്റെ അളവ് കൂടുതൽ എന്ന് നോക്കുന്നതാണ് ഇത് സ്കെയിൽ അറ്റ് വിച്ച് വൾനറബിലിറ്റി ഈസ് മെഷേർഡിൽ വരുന്നത്. ദെൻ ടൈപ്പ് ഓഫ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഹസാർഡിലാണ് ആ ഒരു വൾനറബിലിറ്റി ഉള്ളത്, ഡിഗ്രി ഓഫ് ലോസ് കൂടുതലുള്ളത് എന്ന് അസസ് ചെയ്യാണ്. അതായത് ഏത് ടൈപ്പ് ഹസാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് ഹസാർഡ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ജിയോ ഫിസിക്കൽ, ബയോളജിക്കൽ, മെറ്റീരിയോളജിക്കൽ, ഹൈഡ്രോളജിക്കൽ, ക്ലൈമറ്റോളജിക്കൽ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഏതിലാണോ ഡിഗ്രി ഓഫ് ലോസ് കൂടുതൽ എന്ന് നോക്കിയിട്ട് ആക്സസ് ചെയ്യാണ് ഈ ടൈപ്പ് ഓഫ് ഹസാർഡിൽ ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഡാറ്റാസ് നീഡ് ഫോർ വൾനറബിലിറ്റി അസസ്മെൻറ്റ്. ഇപ്പോൾ വൾനറബിലിറ്റി അസസ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൾനറബിലിറ്റി അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രീവിയസ്ലി ഒക്കേർഡ് ഹസാർഡ് ഡാറ്റാസ് റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹസാർഡ് ആൻഡ് ലെവൽ ഓഫ് ഡാമേജ് ഇറ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു പ്രീവിയസ്ലി ഒക്കർ ചെയ്തിരിക്കുന്ന ഹസാർഡ് ഉണ്ടാവും, അതിൻ്റെ ഡാറ്റാസ് നമ്മൾ എടുക്കണം. ദെൻ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് ആ ലൊക്കേഷനിൽ ഓൾറെഡി ഹസാർഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഹസാർഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നും അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഡിഗ്രി ഓഫ് ഡാമേജസ് എത്രയാണെന്നും നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, കളക്ട് ചെയ്യാണ്. ഓക്കെ, ആ കളക്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യോ എക്കണോമിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ such as level of education, social networks, sanitation, land, income, etc. അപ്പോൾ അതായത് സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള റീജിയനിൽ ഉണ്ടായിട്ടുള്ള ലോസസ്. ഓക്കെ, അതിനെ ആക്സസ് ചെയ്യുന്നതാണ്. അതിനെ എങ്ങനെ ആക്സസ് ചെയ്യണു, അവിടെയുള്ള ലോസസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആക്സസ് ചെയ്യുന്നതിനാണ് ആ ഒരു ഡാറ്റാസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൾനറബിലിറ്റി നമുക്ക് അസസ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. മൂന്നാമത്തതാണ് ലെവൽ ഓഫ് എക്സ്പോഷർ ഡാറ്റ ഓൺ ഹസാർഡ് കണ്ടീഷൻ. ഓക്കെ, ഇതിൽ പറയുന്നത് ഇപ്പോൾ ഒരു ഹസാർഡ് കണ്ടീഷനിൽ ഉണ്ടായിട്ടുള്ള അവിടെ എത്രമാത്രം പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ അവിടെയുള്ള പോപ്പുലേഷന് ലോസസ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതിൻ്റെ ഡാറ്റാസാണ് നമുക്ക് വേണ്ടത് അല്ലേ. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഓൾറെഡി ഒരു ഹസാർഡസ് ഏരിയ ആണ് നമ്മൾ എക്സ്പോഷർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ ഉണ്ടായിട്ടുള്ള പ്രോപ്പർട്ടിക്കോ പോപ്പുലേഷനിലോ എത്രമാത്രം ലോസസ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള ഡാറ്റ നമുക്ക് ആവശ്യമാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡാറ്റാസ് ഓൺ പോളിസി, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ് ആണ്, വിച്ച് ഇൻഫ്ലുവൻസ് കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. പോളിസിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ പ്രോസസ്സിൽ ഉണ്ടായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതായത് ഹൗസ് ഹോൾഡ്സ് എത്രയായിരുന്നു, കമ്മ്യൂണിറ്റീസ് എത്രയായിരുന്നു, അവിടെയുള്ള ലോസസിൻ്റെയും കാര്യങ്ങളുടെയും ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ഈ 4 ഡാറ്റാസാണ് നമുക്ക് എന്തിനാവശ്യമായിട്ടുള്ള ഒരു വൾനറബിലിറ്റി അസസ്മെൻറ്റ് നടത്താനായിട്ട് വേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ കിടക്കുകയാണ്. ഇപ്പോൾ വൾനറബിലിറ്റി അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കി, എന്താണ് ഡാറ്റാസ് നീഡ് ഫോർ വൾനറബിലിറ്റി അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കി. ഇനി നോക്കുന്നത് ടൈപ്സ് ഓഫ് വൾനറബിലിറ്റി അസസ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ വൾനറബിലിറ്റി അസസ്മെൻറ്റ്, സെക്കൻഡ് സോഷ്യോ എക്കണോമിക് വൾനറബിലിറ്റി അസസ്മെൻറ്റ്, തേർഡ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ ഓർ എക്കോളജിക്കൽ വൾനറബിലിറ്റി അസസ്മെൻറ്റ്. അല്ല, ഫസ്റ്റ് വൺ ഫിസിക്കൽ വൾനറബിലിറ്റി അസസ്മെൻ്റ് ആണ്. ഈ ഫിസിക്കൽ വൾനറബിലിറ്റി അസസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മെനി വേസ് ടു അസസ് ഫിസിക്കൽ വൾനറബിലിറ്റി, ഒരുപാട് വേയിലൂടെ നമുക്കിതിനെ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്താം. പക്ഷേ ഇതിലൂടെ നമുക്ക് നോക്കേണ്ടത് 2 മെയിൻ മെത്തേഡ്സ് ആണുള്ളത്, 2 മെയിൻ മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് എംപിരിക്കൽ മെത്തേഡും രണ്ടാമത്തെ അനലിറ്റിക്കൽ മെത്തേഡും എന്നാണ്. ഈ എംപിരിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അനലിറ്റിക്കൽ മെത്തേഡ് ബേസ്ഡ് ഓൺ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആർ ലിമിറ്റഡ് ടു ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സിലാണ് നമ്മളത് അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുക.
ഇനി നമുക്കിവിടെ നോക്കേണ്ടത് ഈ എംപിരിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡിലേക്കും പോകുന്നതിന് മുൻപായിട്ട് അനാലിസിസ് ഓഫ് ഒബ്സർവ്ഡ് ഡാമേജ് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു മെത്തേഡാണ് അനാലിസിസ് ഓഫ് ഒബ്സർവ്ഡ് ഡാമേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, based on the collection and analysis of statistics of damage that occurred in recent and historic events relating vulnerability to different hazard intensities. ഇതെന്താ പറയുന്നത് വെച്ചാൽ, ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഹസാർഡിൻ്റെ ഹിസ്റ്ററിയും അതിൽ ആ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ഹസാർഡിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യണു. അവിടെ ഉണ്ടായിരുന്ന ഡാമേജസിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണു. അതിൽ നിന്ന് നമ്മളെന്താ ചെയ്യുക, എന്തുമാത്രം അതിൽ നിന്ന് ഓരോ വൾണറബിലിറ്റിയും എന്തുമാത്രം ഹസാർഡിനെ എത്രമാത്രം ഇൻറ്റൻസിറ്റി ഉണ്ടാക്കി എന്ന് ചെക്ക് ചെയ്യണതാണ്, അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ അനാലിസിസ് ഓഫ് ഒബ്സർവ്ഡ് ഡാമേജ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കണം, ഹസാർഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണു. അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം ഓരോ വൾണറബിലിറ്റിക്കും എത്ര അല്ലെങ്കിൽ എത്രമാത്രം ഹസാർഡിനെയാണ് അവിടെ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റിലേറ്റിംഗ് വൾണറബിൾ ടു ഡിഫറെൻറ്റ് ഹസാർഡ് ഇൻറ്റൻസിറ്റീസ്. ഓക്കെ, ഹസാർഡിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വൾണറബിലിറ്റീനെ റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ പോവുകയാണ് എംപിരിക്കൽ മെത്തേഡ്സ്. എംപിരിക്കൽ മെത്തേഡ്സിൽ 2 എണ്ണമാണ് പറയണത്. എംപിരിക്കൽ മെത്തേഡ്സിൻ്റെ അണ്ടറിലുള്ളതാണ് എക്സ്പേർട്ട് ഒപ്പീനിയനും സ്കോർ അസൈൻമെൻറ്റും. അതിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ based on asking groups of experts on vulnerability to give their opinions. Example, percentage damage they expect for different structural types having different intensities of hazard. This mean to come to a good assessment of the vulnerability. Method is time consuming and subjective. Reassessment of vulnerability after building, upgrading or repair are difficult to accommodate. Okay, എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഇതിൽ പറയണമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ ഒരു അസസ്മെൻറ്റിൽ, ഫിസിക്കൽ അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പേർട്സിനോട് സംസാരിച്ച് ഓരോ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിൽ ഉണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് സ്ട്രക്ചറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡാമേജ് എത്രയാണെന്ന്, ഓരോ ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, എത്രമാത്രം ഡാമേജ് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് ഒരു സ്റ്റഡി നടത്തിയിട്ട് ചെയ്യണതിനെയാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു പ്ലേസിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് നമ്മൾ കെട്ടാൻ പോകുന്നതെങ്കിൽ ആ ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ഡാമേജസ് വരാം എന്ന് അത് ഓൾറെഡി ചെയ്ത് പരിചയമുള്ള ആൾക്കാരുടെ നിന്ന് ഒപ്പീനിയൻ എടുക്കുകയാണ്. ഒപ്പീനിയൻ എടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഹസാർഡസോ അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതും ഒരു ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ്. നടത്തി ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ഇന്ന സ്ട്രക്ചർ ഉണ്ട്, ഇന്ന സ്ട്രക്ചറിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷനും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ചെയ്തു പോവാം. ഇതാണ് ഇവിടെ പറയുന്നത്, റീഅസസ്മെൻറ്റ് ഓഫ് വൾണറബിലിറ്റി ആഫ്റ്റർ ബിൽഡിംഗ്, അപ്ഗ്രേഡിംഗ് ഓർ റിപ്പയർ ആർ ഡിഫിക്കൽട്ട് ടു അക്കോമഡേറ്റ്. അപ്പോൾ ഒരു റീഅസസ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരുന്ന ഡിഫക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഓക്കെ, ദെൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആ ബിൽഡിങ്ങിനെ അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അക്കോമഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ റീഅസസ്മെൻറ്റ് നടത്താനുള്ളൊരിതില്ലാതെ അതിന് മുന്നേ തന്നെ നല്ല രീതിക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റൊന്നേ ഉള്ളൂ, മെത്തേഡ് ഈസ് ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, ബട്ട് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഹസാർഡ് ഉണ്ടായാൽ തന്നെ, ഇപ്പോൾ അത് ആ ബിൽഡിംഗ് നിൽക്കണം അല്ലേ, ഒരു ഹസാർഡ് ഉണ്ടായാൽ തന്നെ നമുക്ക് ആ ബിൽഡിങ്ങിന് അവിടെ നിൽക്കാൻ കഴിയണം. അപ്പോൾ അതിനുള്ള മെത്തേഡ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. അടുത്താണ് സ്കോർ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. സ്കോർ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് യൂസിങ് എ ക്വസ്റ്റ്യനെയർ വിത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ടു
assess the potential damages in relation to different hazard levels. The score assignment method is easier to update. Example, if we think about earthquake vulnerability before and after application of retrofitting. ഈ സ്കോർ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഈസിയാണ് എന്ന് പറയുന്നത്. അതായത് മെത്തേഡ് യൂസിങ് എ ക്വസ്റ്റ്യനെയർ വിത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ടു ആക്സസ് ദ പൊട്ടൻഷ്യൽ ഡാമേജ് ഇൻ റിലേഷൻ ടു ഡിഫറെൻറ്റ് ഹസാർഡ് ലെവൽസ്. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഹസാർഡ് ലെവൽസ് ഉണ്ടാവും. ആ ഡിഫറെൻറ്റ് ഹസാർഡ് ലെവൽസിൽ പൊട്ടൻഷ്യൽ ഡാമേജ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ഒരു ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനെയർ ഫോം ചെയ്യുക, ഒരു ചോദ്യാവലി ഫോം ചെയ്ത് വെക്കുക. ദെൻ അങ്ങനെ വെച്ചുകൊണ്ട് ആക്സസ് ചെയ്യണതിനെയാണ് എന്ത് ഈ സ്കോർ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്കോർ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ മെത്തേഡ് ഈസിയർ ടു അപ്ഡേറ്റ്, ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇഫ് യു തിങ്ക് അബൌട്ട് എർത്ത് വൾണറബിലിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് റിട്രോഫിറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഈ റിട്രോഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഓർ ഫീച്ചേഴ്സ് ടു ഓൾഡർ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഓൾഡർ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ആഡ് ചെയ്യാണ്, എന്താ പുതിയ ടെക്നോളജിയോ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സോ ആഡ് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് ഈ റിട്രോഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ദെൻ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് ടു അസസ് ദ പൊട്ടൻഷ്യൽ ഡാമേജ് ഇൻ റിലേഷൻ ടു ഡിഫറെൻറ്റ് ഹസാർഡ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഹസാർഡ് ലെവൽസിനെ കുറിച്ചിട്ട് പഠിച്ച് അതിനോരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. അപ്പോൾ അതും നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഈ റിട്രോഫിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആക്സസ് നടത്താം, അല്ലെങ്കിൽ വൾണറബിലിറ്റിയുടെ ലെവല് നമുക്ക് കുറയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ ഹസാർഡ്സിൻ്റെ ലെവല് ഹസാർഡ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവുന്ന ലോസസിനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഓക്കെ, അതാണ് ഈ പറഞ്ഞ എംപിരിക്കൽ മെത്തേഡിൽ സ്കോർ അസൈൻമെൻറ്റിൽ പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഫിസിക്കൽ വൾണറബിലിറ്റിയിലുള്ള അടുത്ത മെത്തേഡ് ആയിരുന്നു എന്ത്? അനലിറ്റിക്കൽ മോഡൽസ് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ മോഡൽസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ്സ്, ഇതിലാണ് രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് സിമ്പിൾ അനാലിറ്റിക് മോഡലും ഡീറ്റെയിൽഡ് അനാലിറ്റിക് മോഡലുമാണ്. ഈ സിമ്പിൾ അനാലിറ്റിക് മോഡൽ എന്ന് പറയുമ്പോൾ സ്റ്റഡിങ് ദ ബിഹേവിയർ ഓഫ് ബിൽഡിങ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ബേസ്ഡ് ഓൺ എഞ്ചിനീയറിംഗ് ഡിസൈൻ ക്രൈറ്റീരിയ, അനലൈസിങ് എക്സാമ്പിൾ seismic load and to derive the likelihood of failure using computer based methods from geotechnical engineering, using example shake tables and wind tunnels as well as computer simulation techniques. Okay, അതായത് ഈ സിമ്പിൾ അനാലിറ്റിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, കമ്പ്യൂട്ടർ ബേസ്ഡ് മെത്തേഡ് വെച്ചിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ ഒരു ബിൽഡിങ്ങിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്താണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. അങ്ങനെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സിമ്പിൾ അനലിറ്റിക്കൽ മോഡൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഷേക്ക് ടേബിൾസ് ആൻഡ് വിൻഡ് ടണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആസ് വെൽ ആസ് കമ്പ്യൂട്ടർ സിമുലേഷൻ ടെക്നിക്സ്. ഇപ്പോൾ ഷേക്ക് ടേബിൾസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ എർത്ത് ഉണ്ടാവുന്ന സ്ഥലമാണെങ്കിൽ എർത്ത് ഇത്ര മെഷറിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുമാത്രം ഡാമേജസ് വരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു മിനിയേച്ചർ മോഡൽ, ഒരു ബിൽഡിംഗ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കിയിട്ട് ഈ ഷേക്ക് ടേബിൾ വെച്ചിട്ട് അതിലൊരു സെർട്ടൻ ഇൻറ്റൻസിറ്റി അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ എർത്ത് വരികയാണെങ്കിൽ അവിടെ എത്രത്തോളം ആ ബിൽഡിങ്ങിൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവും, ആ ഒരു ഇൻറ്റൻസിറ്റി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ ആ ഉണ്ടാക്കിയ മോഡലിൽ എന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അപ്പോൾ ഈ ഒരു സെർട്ടൻ ഇൻറ്റൻസിറ്റിയിൽ ഓഫ് എർത്ത് ഉണ്ടായാലും ആ ബിൽഡിങ്ങിന് ഡാമേജസ് വരുന്നുണ്ട് എങ്കിൽ അതിനപ്പുറത്തോട്ട് ആ ഇൻറ്റൻസിറ്റീനെ എന്താണ് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിൽ നമുക്ക് ആ ബിൽഡിങ്ങിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നല്ലെങ്കിൽ ആ ഷേക്ക് ടേബിൾ മെത്തേഡോ അതുപോലെ തന്നെ വിൻഡ് ടണലിലാണെങ്കിലും അതിനകത്ത് ഇതേപോലെ എത്ര ഇൻറ്റൻസിറ്റിയിലുള്ള വിൻഡ് വന്നാലാണ് അതവിടെ നിൽക്കുക, തടഞ്ഞ് നിൽക്കുക എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് റിട്രോഫിറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് മെഷേഴ്സ് എടുക്കാം. ഓക്കെ, അത് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പ്യൂട്ടർ സിമുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അതാണ് സിമ്പിൾ അനലിറ്റിക് മോഡൽസിൽ പറയുന്നത്. ദെൻ അനലിറ്റിക് മോഡൽസിൽ അടുത്ത ടൈപ്പാണ് ഡീറ്റെയിൽഡ് അനാലിറ്റിക് മെത്തേഡ്. ഇത് കോംപ്ലക്സ് മെത്തേഡാണ് കമ്പയർഡ് ടു സിമ്പിൾ അനാലിറ്റിക് മെത്തേഡ്. അതുകൂടാതെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് ചെയ്യാനായിട്ട് ലോട്ട് ഓഫ് ഡീറ്റെയിൽ ഡാറ്റ വേണം. വിൽ ബി യൂസ്ഡ് ഫോർ അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സിലാണ് ഇത് അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി
യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് ഫിസിക്കൽ വൾണറബിലിറ്റി അസസ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് ഈ വൾണറബിലിറ്റി അസസ്മെൻറ്റിൽ സെക്കൻഡ് വൺ ആണ് എന്ത് സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി അസസ്മെൻറ്റ്. സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആണ്. ഇൻഡിക്കേറ്റർ ബേസ് എന്ന് പറഞ്ഞാൽ അതൊരു മെയിനായിട്ട് ഒരു 5 ലെവലുണ്ട്. അത് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ടുള്ള സ്ലൈഡിൽ പറയാം. ഈ സോഷ്യോ എക്കണോമിക് കഴിഞ്ഞിട്ടുള്ള സ്ലൈഡിൽ അത് ഞാൻ പറയണ്ട. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അസസ്ഡ് ബൈ അനലൈസിങ് ദ ലെവൽ ഓഫ് എക്സ്പോഷർ ആൻഡ് കോപ്പിംഗ് മെക്കാനിസം ഓഫ് ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ഇതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സ്പോഷറും കോപ്പിംഗ് മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി അസസ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ഇതിൽ കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പീപ്പിളിൻ്റെ എബിലിറ്റി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആൻഡ് സിസ്റ്റംസ് യൂസിങ് അവൈലബിൾ സ്കിൽസ് ആൻഡ് റിസോഴ്സസ് ടു മാനേജ് എന്താ പറയുക ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ ഡിസാസ്റ്റർ. ഓക്കെ, ഒരു പീപ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, അതിനെ ഈ സ്കിൽസും റിസോഴ്സസും യൂസ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ കഴിയണം. അഡ്വേഴ്സ് കണ്ടീഷനെ മാനേജ് ചെയ്യാൻ കഴിയുകയാണ്. ഓക്കെ, അഡ്വേഴ്സ് കണ്ടീഷനോ അല്ലെങ്കിൽ ഡിസാസ്റ്ററിനോ റിസ്കിനോ മാനേജ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു എബിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി അസസ്മെൻറ്റിലെ പ്രൊസീജിയർ? അതിൻ്റെ അസസ്മെൻറ്റ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഐഡൻറ്റിഫൈയിങ് ദ എലമെൻറ്റ്സ് ഫോർ ദ വൾണറബിലിറ്റി അസസ്മെൻറ്റ്. അതായത് ഏത് എലമെൻറ്റ് കാരണമാണ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഈ ഹസാർഡ് ഒക്കർ ചെയ്യാനുണ്ടായ എലമെൻറ്റ് ഏതാണ് അല്ലെങ്കിൽ ഏതൊരു ഫാക്ടർ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണു. അത് കഴിഞ്ഞ് എക്സ്പോഷറാണ്. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോപ്പർട്ടി ആൻഡ് പോപ്പുലേഷൻ. ഈ ഹസാർഡസ് ഈവൻറ്റിലുള്ള പ്രോപ്പർട്ടി ആൻഡ് പോപ്പുലേഷനാണല്ലോ നമ്മൾ എക്സ്പോഷർ എന്ന് പറയുക. ഇപ്പോൾ റാങ്ക് ദ ഐഡൻറ്റിഫൈഡ് ഇൻഡിവിജ്വൽസ്, households or communities based on their level of exposure to a given hazard. ഒരു ഹസാർഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ റാങ്ക് ചെയ്യുക. അതെങ്ങനെ? ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ്സ്, കമ്മ്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് എക്സ്പോഷർ. ആ ഒരു എക്സ്പോഷറിൽ ഉണ്ടായിട്ടുള്ളതിൻ്റെ ലെവൽ, ഹസാർഡിൻ്റെ ലെവൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഹസാർഡിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണു? റാങ്ക് ചെയ്യാണ്. ഐഡൻറ്റിഫൈ ചെയ്ത് റാങ്ക് ചെയ്യാണ്. ദെൻ നേരെ പോണത് എങ്ങോട്ടാണ്? സെലക്ട് എ സെറ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് അറ്റ് അപ്രോപ്രിയേറ്റ് സ്കെയിൽ കട്ടിംഗ് അക്രോസ് ദ 5 ടൈപ്സ് ഓഫ് ലൈവ്ലിഹുഡ് അസെറ്റ്സ്. ഈ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞല്ലോ, ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടാണ് ഈ സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി അസസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒരു 5 സെറ്റാണുള്ളത്. ഓക്കെ, ആ 5 സെറ്റിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു? സെലക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ആദ്യം എക്സ്പോഷർ ചെയ്തു, അതിനെ റാങ്ക് ചെയ്തിട്ട് അതിൻ്റെ സോഷ്യോ എക്കണോമിക്കിൽ നമ്മൾ ആ ഇൻഡിക്കേറ്റർ ബേസ് ചെക്ക് ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അടുത്തെന്താണ്? കോപ്പിംഗ് ആണ്. കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് പീപ്പിൾ ആണ്. അവൈലബിൾ ആയിട്ടുള്ള സ്കിൽസും റിസോഴ്സും വെച്ചിട്ട് അഡ്വേഴ്സ് കണ്ടീഷനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ റാങ്ക് ദി ഇൻഡിവിജ്വൽസ് ഓർ ഹൗസ് ഹോൾഡ്സ് ഓർ കമ്മ്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് ആക്സസ് ടു ദിസ് ഈസ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഇൻഡിക്കേറ്റേഴ്സിലേക്കുള്ള ആക്സസിനെ അതിലേക്ക് ആ ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഈ കമ്മ്യൂണിറ്റിക്ക് ഈ കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോപ്പി ചെയ്യാന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് റാങ്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അത് ഇൻഡിവിജ്വൽസ് ആവാം, ഹൗസ് ഹോൾഡ്സ് ആവാം, കമ്മ്യൂണിറ്റീസിന് പറ്റുന്ന രീതി വെച്ചിട്ട് റാങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സ്പോഷറും കോപ്പിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കോപ്പിംഗ് ആണ് കൂടുതലെങ്കിൽ നമുക്കവിടെ പറയാം വൾണറബിലിറ്റി ലോ ആണെന്ന് പറയാം. അതവിടെ കാണിച്ചിരിക്കുന്നത്. ലോ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോ എക്സ്പോഷർ ഹൈ കോപ്പിംഗ് ആണ്. അല്ലേ? കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? എബിലിറ്റി ഓഫ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻ ആൻഡ് സിസ്റ്റം യൂസിങ് അവൈലബിൾ സ്കിൽസ് ആൻഡ് സോഴ്സസ് ടു മാനേജ് അഡ്വേഴ്സ് കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. അപ്പോൾ ആ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം കോപ്പിംഗ് എന്ന് പറയുന്ന ടേം എന്താണ്? ഹൈ ആണ്. അങ്ങനെ കോപ്പിംഗ് കൂടുകയാണ്. ഒരു ഡിസാസ്റ്റർ വന്നു, ആ ഒരു ഡിസാസ്റ്ററിനെ നേരിടാൻ തയ്യാറായി, അതിനെ കോപ്പി ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിന് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ വൾണറബിലിറ്റി പൊതുവെ എന്താണ്? താഴെ പോകും, അല്ലേ? അപ്പോൾ ലോ വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ
കോപ്പിംഗ് ഹൈ ആയിരിക്കും. അങ്ങനെ കോപ്പിംഗ് ഹൈ ആകുമ്പോൾ പ്രോബബിളി എന്താണ്, എക്സ്പോഷർ എന്താവും, ലോ ആവും. ഓക്കെ, ദെൻ മോഡറേറ്റ് വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ എക്സ്പോഷറും കോപ്പിംഗ് എന്താണ്, മോഡറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ ഹൈ വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് കോപ്പിംഗ് ലെവൽ എന്തായിരിക്കും, ലോ ആയിരിക്കും, എക്സ്പോഷർ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന അനലൈസ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ റാങ്ക് ചെയ്തതിന് ശേഷം അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. അതേപോലെ തന്നെ ഇവിടെ അനലൈസ് പോളിസീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോസസ്സും അനലൈസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്തിൽ പറയാൻ ഉള്ളത്, സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി അസസ്മെൻറ്റ്. അത് മെയിനായിട്ട് എന്ത് ബേസ് ചെയ്തിട്ടാണ്, എക്സ്പോഷറും കോപ്പിങ്ങും ബേസ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണ്, ഇൻഡിക്കേറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ 5 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റൽ, നാച്ചുറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റൽ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, ഈ 5 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സോഷ്യോ എക്കണോമിക് വൾണറബിലിറ്റി അസസ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ വൾണറബിലിറ്റി അസസ്മെൻ്റ് ആണ് എക്കോളജിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി അസസ്മെൻറ്റ്. ഓക്കെ, അതെന്തായിരിക്കും, ദ എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി അസസ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് ദ റിസോഴ്സ് സിസ്റ്റം എഫക്റ്റഡ് ബൈ നാച്ചുറൽ കണ്ടീഷൻസ് ആൻഡ് ഇൻ്റർവീൻഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് വൾണറബിലിറ്റിയിൽ പറഞ്ഞിരുന്നു എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു, ഡീഫോറസ്റ്റേഷൻ ആണ് ഒരു കാരണം, അല്ലെങ്കിൽ വാട്ടർ ബോഡീസിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സ്കേസിറ്റി ഓഫ് വാട്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ കാരണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അതായത് നാച്ചുറൽ കണ്ടീഷനും അത് ഹ്യൂമൻ ആക്ടിവിറ്റീസും കൂടിയിട്ടാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് ആക്സസ് ചെയ്ത് അതിലൊരു അസസ്മെൻറ്റ് നടത്തിയിട്ട് അതിനുള്ളൊരു എന്താണ് സ്റ്റെപ്സ് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് വൾണറബിലിറ്റി അസസ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിങ് വൾണറബിലിറ്റി ആണ്. ഓക്കെ, മെയിൻലി 3 മെത്തേഡ്സ് ആണ് വൾണറബിലിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, വൾണറബിലിറ്റി ഇൻഡിസസ്. ഈ വൾണറബിലിറ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് വൾണറബിലിറ്റി ആണ്. അതായത് വൾണറബിലിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതിനെയാണ് എന്തെന്ന് പറയാം, വൾണറബിലിറ്റി ഇൻഡിസസ് എന്ന് പറയുന്നത്. ഈ ബേസ്ഡ് ഓൺ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ, നാച്ചുറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റൽ, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഈ വൾണറബിലിറ്റി ഇൻഡിസസ്. അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് വൾണറബിലിറ്റി ഇൻഡിസസ് എന്ന് പറയുന്നത്. ദെൻ വൾണറബിലിറ്റി ടേബിൾ. ഈ വൾണറബിലിറ്റീനെ ഒരു ടേബിളിൻ്റെ ലൂടെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, ടാബുലാർ റെപ്രസെൻറ്റേഷൻ ഓഫ് വൾണറബിലിറ്റി വിച്ച് ഇൻഡിക്കേറ്റ്സ് റിലേഷൻ ബിറ്റ്വീൻ ഹസാർഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഡിഗ്രി ഓഫ് ഡാമേജ്. ഒരു ടാബുലാർ റെപ്രസെൻറ്റേഷൻ ആണ് ചെയ്യുന്നത് വൾണറബിലിറ്റീനെ. അതിൽ റിലേഷൻ കാണിക്കുന്ന എന്താണ്, ഹസാർഡ് ഇൻറ്റൻസിറ്റിയും ഡിഗ്രി ഓഫ് ഡാമേജും വെച്ചിട്ടുള്ള റിലേഷൻ ആയിരിക്കും അതിൽ കാണിക്കുന്നുണ്ടാവുക. ദെൻ വൾണറബിലിറ്റി കർവ്സ് എന്ന് പറയും. വൾണറബിലിറ്റി കർവ്സ് എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വൾണറബിലിറ്റി ആണ്. ഈ വൾണറബിലിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണത്. അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഹസാർഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഡിഗ്രി ഓഫ് ഡാമേജ് തന്നെയാണ്. ഓക്കെ, ഈ വൾണറബിലിറ്റി കർവ്സിൽ തന്നെ എന്താണ് റിലേറ്റീവ് കർവ്സ് എന്ന് പറയും. റിലേറ്റീവ് കർവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് പെർസെൻറ്റേജ് ഓഫ് പ്രോപ്പർട്ടി വാല്യൂ ആസ് ദ ഡാമേജ്ഡ് ഷെയർ ഓഫ് ടോട്ടൽ വാല്യൂ ടു ഹസാർഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഡാമേജ് ഷെയർ ഓഫ് ടോട്ടൽ വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രോപ്പർട്ടി വാല്യൂയും ഹസാർഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് എന്ത്, റിലേറ്റീവ് കർവ്സിൽ കാണിക്കുന്നത്. ദെൻ ആബ്സലൂട്ട് കർവ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നത് ആബ്സലൂട്ട് എമൗണ്ട് ഓഫ് ഡാമേജ് ഡിപ്പെൻഡിങ് ഓൺ ദ ഹസാർഡ് ഇൻറ്റൻസിറ്റി. ഹസാർഡ് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആബ്സലൂട്ട് ഡാമേജ് ഇനെയാണ് എന്ത്, ആ ഒരു റിലേഷനെയാണ് എന്ത് ആബ്സലൂട്ട് കർവ്സിൽ കാണിക്കുക. ദെൻ ഫ്രാജൈൽ കർവ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് പ്രോബബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് അറ്റ് റിസ്ക്. ഓക്കെ, അതൊരു പ്രോബബിലിറ്റിയാണ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിൽ ഉണ്ടാവുന്ന റിസ്കിൻ്റെ പ്രോബബിലിറ്റിനെയാണ് എന്ത് ഈ ഫ്രാജൈൽ കർവ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഈ വൾണറബിലിറ്റിയും ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി അസസ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത ലെക്ചറിൽ ഈ സെക്കൻഡ് മോഡ്യൂളിൻ്റെ അവസാനത്തെ ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.